of LS coupling, and before that we have to discuss what do you mean by interaction energy. Interaction energy ആണ്. അതായത് നമുക്കറിയാം ഒരു ഇലക്ട്രോണിന് എന്തുണ്ട്, സ്പിൻ ആംഗുലർ മൊമെന്റും ഉണ്ട്, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റും ഉണ്ട്. ഇത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ റിസൾട്ടിലാണ് നമുക്കറിയാം നമ്മുടെ LS കപ്ലിംഗ് ഫോം ചെയ്യുന്നത്. ഇനി ഇവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് അതാണ് ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന എനർജി, അതായത് ഈ ഇന്ററാക്ഷൻ്റെ അവിടെ ഉണ്ടാകുന്ന എനർജി എന്തിന് കാരണമാകുന്നു? അവിടുത്തെ സ്പെക്ട്രൽ ലൈൻസിന്റെ ഉള്ളിൽ സ്പ്ലിറ്റിങ്സ് ഫോം ചെയ്യാൻ കാരണമാകുന്നത്. അപ്പോൾ അതായത് ഡബ്ലറ്റ്സിൻ്റെ ഉള്ളിൽ ട്രിപ്ലറ്റ്സിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? സ്പ്ലിറ്റിങ്സ് ഫോം ചെയ്യിപ്പിക്കുന്നു. ഇനി ഈ സ്പ്ലിറ്റ് ചെയ്ത ലൈൻസ് തമ്മിൽ എന്ത് കാണും? ഒരു സെപ്പറേഷൻ കാണും. ആ ടേം സെപ്പറേഷൻ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ആൻ ഇന്ററാക്ഷൻ എനർജി ആൻഡ് വി കോൾഡ് ഇറ്റ് ആസ് എ ടേം. ഓക്കെ, സോ നമ്മളിവിടെ ടേം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എനർജിക്ക് പകരം. അതായത് ആക്ച്വലി ടേം ഈസ് ഓൾസോ എ ഫോം ഓഫ് എനർജി തന്നെയാണ്. കാരണം നമ്മുടെ എനർജി ഇനെ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടേം കിട്ടും. സോ നമ്മളിവിടെ ഇന്ററാക്ഷൻ എനർജി, അതായത് എല്ലാ കപ്ലിങ്ങിലും നമ്മൾ ഇന്ററാക്ഷൻ എനർജി ടേമിന്റെ ഫോമിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ LS കപ്ലിംഗിൽ ഇന്ററാക്ഷൻ എനർജി ഓഫ് 2 വാലൻസ് ഇലക്ട്രോൺ ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓൾറെഡി 1 വാലൻസ് ഇലക്ട്രോണിന്റെ കേസിലുള്ള ഇന്ററാക്ഷൻ എനർജി അറിയാം. ആ ഇക്വേഷൻ ബേസ് ചെയ്താണ് നമ്മൾ ഇവിടുത്തെ അതായത് 2 വാലൻസിന്റെ കേസും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് 1 വാലൻസ് ഇലക്ട്രോണിന്റെ ഇന്ററാക്ഷൻ എനർജിനെ ഒരു ചെറിയൊരു ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഫോം കിട്ടും. ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ 2 വാലൻസ് ഇലക്ട്രോൺ ഇൻ ദ LS കപ്ലിംഗിന്റെ 2 വാലൻസ് ഇലക്ട്രോണിന്റെ എനർജി, ഇന്ററാക്ഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, now let us discuss the derivation of interaction energy of LS coupling. Due to 2 electron case ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഓക്കെ നോക്കി, ഇക്വേഷൻ നമ്പർ 1. This equation number already നമുക്ക് ഫെമിലിയർ ആണ്. This is the interaction energy of 1 valence electron. അതായത് 1 valence ഇലക്ട്രോണിന്റെ കേസിലുള്ള interaction energy ആണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 1ന് ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ ചെയ്ത് നമ്മൾ ഡെൽറ്റ ടീനെ കൊണ്ടുവരുന്നു. ആ ഡെൽറ്റ ടി യൂസ് ചെയ്താണ് നമ്മൾ LS കപ്ലിങ്ങിൻ്റെ ഇൻട്രാക്ഷൻ എനർജി കണ്ടുപിടിക്കുന്നത്. അതും 2 ഇലക്ട്രോണിൻ്റെ കേസ് കണ്ടുപിടിക്കുന്നത്. ഒരു ചെറിയൊരു സിംപ്ലിഫിക്കേഷനാണ്. നമുക്കറിയാം അക്കോർഡിംഗ് ടു കൊസൈൻ ലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? J സ്റ്റാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്റ്റാർ സ്ക്വയർ പ്ലസ് S സ്റ്റാർ സ്ക്വയർ പ്ലസ് 2 L സ്റ്റാർ S സ്റ്റാർ കോസ് L സ്റ്റാർ S സ്റ്റാർ എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ കോസ് എന്തിനെ കാണിക്കുന്നതാണ്? നമുക്കറിയാം സ്പിൻ ആംഗുലർ മൊമെന്റവും ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും പ്രിസൈസ് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യും, ആൻഡ് ദാറ്റ് ആംഗിൾ ഇസ് കോസ് ആണ്. അപ്പം അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ദ ആംഗിൾ ബിറ്റ്വീൻ L സ്റ്റാർ ആൻഡ് S സ്റ്റാർ ഇസ് കോസ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്, അതായത് ഇത് മീൻ ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ നമ്മളൊരു ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നടത്തി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? J സ്റ്റാർ സ്ക്വയർ മൈനസ് L സ്റ്റാർ സ്ക്വയർ മൈനസ് S സ്റ്റാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു L സ്റ്റാർ S സ്റ്റാർ കോസ് L സ്റ്റാർ S സ്റ്റാർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ നമ്പർ 1ലെ ഈ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റീപ്ലേസ് വിത്ത് ദീസ് L സ്റ്റാർ S സ്റ്റാർ കോസ് L സ്റ്റാർ S സ്റ്റാർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ ഇക്വേഷൻ ഈ ഒരു ടേമിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇക്വേഷൻ 2നെ 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 റെഡ്യൂസ്ഡ് ടു ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻ 3, അതായത് ഇക്വേഷൻ 3യുടെ ഫോമിലോട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്തു. അതായത് ഡെൽറ്റ ടി LS ഇസ് ഈക്വൽ ടു L സ്റ്റാർ S സ്റ്റാർ കോസ് L സ്റ്റാർ S സ്റ്റാർ എന്ന് പറഞ്ഞ ഫോമിൽ കിട്ടി. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ LS കപ്ലിങ്ങിൻ്റെ ഇൻട്രാക്ഷൻ എനർജി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഏത് കേസ് എടുക്കുന്നത്? 2 വാലൻസ് ഇലക്ട്രോൺ, അതായത് 2 ഇലക്ട്രോൺ കേസ് എടുക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഓരോ ഇലക്ട്രോണിനും അവനവൻ്റെതായ എന്ത് കാണും? സ്പിൻ ആംഗുലർ മൊമെന്റവും ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും കാണും. സോ ഫസ്റ്റ് ഇലക്ട്രോണിന്റെ കേസിന് നമ്മൾ L1 സ്റ്റാറിനും S2 സ്റ്റാറിനും എടുക്കുകയാണ്. അതായത് ഫസ്റ്റ് ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റും സ്പിൻ ആംഗുലർ മൊമെന്റും L1 S1 എന്നും, സെക്കൻഡ് ഇലക്ട്രോണിന്റെ കേസിന് L2 സ്റ്റാറിനും S2 സ്റ്റാർ അവരുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റും സ്പിൻ ആംഗുലർ മൊമെന്റത്തിനെ L2 S2 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി ഈ 2 ഇലക്ട്രോണിന്റെ സ്പിൻ ആംഗുലർ മൊമെന്റവും ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും തമ്മിൽ 6 ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ആ 6 ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. L1 സ്റ്റാർ L2 സ്റ്റാർ S1 സ്റ്റാർ S2 സ്റ്റാർ L1 സ്റ്റാർ S1 സ്റ്റാർ L2 star, S2 star,
ആൻഡ് L1 സ്റ്റാർ, S2 സ്റ്റാർ, L2 സ്റ്റാർ, S1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 6 കേസ് ആണ്. ഇനി നമ്മൾ ഈ 6 ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇതിനകത്തെ 4 കേസേ എടുക്കത്തുള്ളൂ. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഈ 6 ഇൻട്രാക്ഷൻ്റെ കേസ് എടുത്തു നോക്കിയാൽ ഇതിനകത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആംഗുലർ മൊമെന്റ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും എന്നാ മോർ എഫക്റ്റീവ് കമ്പയർഡ് ടു മറ്റ് ഇൻട്രാക്ഷൻ എനർജിനെ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആംഗുലർ മൊമെന്റ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും എന്ത് മോർ എഫക്റ്റീവ് ആയിട്ടുള്ളത്. L2 സ്റ്റാറും S2 സ്റ്റാറും ഇതും പോസിബിൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ്, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഇൻട്രാക്ഷൻ ആണ്. പക്ഷേ ഇവരുടെ അത്രയും എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഇനി ഈ ലാസ്റ്റ് നമ്മൾ എഴുതിയ 2 ഇൻട്രാക്ഷൻസ് കമ്പയർ ടു മറ്റ് ഇൻട്രാക്ഷനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒട്ടും എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ലാസ്റ്റ് 2 ഇൻട്രാക്ഷനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും. സോ നമ്മൾ ഇവിടെ LS കപ്ലിങ്ങിന്റെ ഇൻട്രാക്ഷൻ എനർജിയുടെ കേസിൽ നമ്മൾ ഈ 4 ഇൻട്രാക്ഷന്റെ കേസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 4 ഇൻട്രാക്ഷന്റെ കേസ് കൺസിഡർ ചെയ്താണ് നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഡെൽറ്റ ടി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി അതിന് മുമ്പ് നമ്മൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 ഇൻട്രാക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ടി എഴുതാം. അതായത് ഇത്രേ ഉള്ളൂ. ഈ L സ്റ്റാറും S സ്റ്റാറും L സ്റ്റാറും ഈ S സ്റ്റാറിന്റെ ഈ ടേമിൽ എന്ത് ചെയ്യണം, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതായത് നമ്മൾ ഈ ഫസ്റ്റ് കേസ് ഓക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് കണ്ടു, ഈ സൈഡിൽ കിടക്കുന്ന ഈ 4 ഇൻട്രാക്ഷൻ്റെ കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ 4 ഇൻട്രാക്ഷനെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ഡെൽറ്റ ടി ടേംസ് കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനൊരു ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ കണ്ടുപിടിച്ച് ടോട്ടൽ ഡെൽറ്റ ടി ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആദ്യത്തെ 2 കേസിനാണ് നമ്മൾ ആദ്യം സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ L1 L2 കേസും സെക്കൻഡ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ S1 S2 കേസും. ഇനി ഇങ്ങോട്ട് നോക്കാം. നമുക്കറിയാം S1 is the spin angular momentum of first electron and S2 is the orbital spin angular momentum of second electrons ആണ്. And these two spin angular momentum precise ചെയ്യുന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നതാണ് these S star. അതായത് S1 സ്റ്റാറിന്റെയും S2 സ്റ്റാറും പ്രിസൈസ് ചെയ്യുന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന സ്പിൻ ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിനെയാണ് നമ്മൾ എസ് സ്റ്റാർ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് എസ് സ്റ്റാർ ഇസ് കോൺസ്റ്റന്റ്, അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദ സിമിലർ വേ തന്നെ നമുക്ക് L1 L2ന്റെ കേസ് എടുക്കാൻ പറ്റും. ഈ L1 L2ന്റെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിനെ നമുക്ക് എൽ സ്റ്റാർ ഇടാൻ പറ്റും. ആൻഡ് ദീസ് എൽ സ്റ്റാർ ഈസ് ഓൾസോ കോൺസ്റ്റന്റ് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി നമുക്ക് ഈ രണ്ടെണ്ണത്തിനകത്തും കൊസൈൻ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ കൊസൈൻ ലോ വെച്ച് നമുക്ക് എസ് സ്റ്റാറിനെയും എൽ സ്റ്റാറിനെയും ഈ രീതിയിൽ എഴുതാം. അതായത് എസ് സ്റ്റാർ ഇസ് ഈക്വൽ ടു S1 സ്റ്റാർ പ്ലസ് S2 സ്റ്റാർ പ്ലസ് 2S1 S2 കോസ് S1 S2 ആൻഡ് എൽ സ്റ്റാർ ഇസ് ഈക്വൽ ടു L1 സ്റ്റാർ പ്ലസ് L2 സ്റ്റാർ പ്ലസ് 2L1 L2 കോസ് L1 L2 ആൻഡ് ദിസ് ഈസ് ദ കൊസൈൻ ആംഗിൾ formed in between S1 and S2. Similarly, the cosine angle formed by the precision of L1 and L2. So, നമുക്ക് എന്ത് ചെയ്യാം, ഈ 6-7 ഇക്വേഷൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതായത് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത ടേം കണ്ടല്ലോ, ആൻഡ് ഈ ടേം ഇസിക്കൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇക്വേഷനെ മാറ്റണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ T1ലും ഡെൽറ്റ T2ലും ഒരു റീഅറേഞ്ച്മെന്റ് നടത്താൻ പറ്റും. അതായത് ഇതുണ്ടോ, ഡെൽറ്റ T1 നമുക്കുണ്ട് L1 സ്റ്റാർ L2 സ്റ്റാർ കോസ് L1 L2 സ്റ്റാർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ആ ടേമിന് പകരം ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമിലർ വേ ഡെൽറ്റ T2ലും നമുക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് റീഅറേഞ്ച്മെന്റ് നടത്തി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ടേംസ് കിട്ടി. അപ്പോൾ ഈ 2 ടേംസിനെയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 4ലും ഇക്വേഷൻ നമ്പറിലും 5ലും ഇടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെൽറ്റ T1ഉം ഡെൽറ്റ T2 കിട്ടും. അപ്പോൾ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെൽറ്റ T1നെയും ഡെൽറ്റ T2നെയും സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഫോമിൽ കിട്ടി. അതായത് ഡെൽറ്റ T1 ഇസ് ഈക്വൽ ടു A/2 L സ്റ്റാർ സ്ക്വയർ മൈനസ് L1 സ്റ്റാർ സ്ക്വയർ മൈനസ് L2 സ്റ്റാർ സ്ക്വയർ എന്നും ഡെൽറ്റ T2നെ A/2 ഇൻറ്റു എസ് സ്റ്റാർ സ്ക്വയർ മൈനസ് S1 സ്റ്റാർ സ്ക്വയർ മൈനസ് S2 സ്റ്റാർ സ്ക്വയർ എന്നും കിട്ടി. ഇനി അപ്പം ഡെൽറ്റ T1ഉം കിട്ടി, ഡെൽറ്റ T2ഉം കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഓക്കെ, ഇനി നമ്മൾ ഡെൽറ്റ T1നെയും ഡെൽറ്റ T2നെയും കണ്ടുപിടിച്ച പോലെ നമ്മൾ ഡെൽറ്റ T3നെയും ഡെൽറ്റ T4നെയും സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മൾ അവിടെ ചെയ്ത പോലെ
കോസിന് ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ നേരത്തെ ഡെൽറ്റ ടി വണ്ണിനും ഡെൽറ്റ ടി ടുവിനും എ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇട്ടത്. ഡെൽറ്റ ടി വണ്ണിന് കറസ്പോണ്ടിങ് എ വണ്ണും ഉണ്ട്, ഡെൽറ്റ ടി ടുവിന് കറസ്പോണ്ടിങ് എ ടു ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അതിനു മുമ്പ് എഴുതിയത് ഒരു എ വൺ എ ടു എഴുതിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരാം. ഇനി നമ്മൾ ഡെൽറ്റ ടി ത്രീക്കും ഡെൽറ്റ ടി ഫോറിനും ഒരു സിംപ്ലിഫിക്കേഷൻ ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ബട്ട് അവിടെ കൊസൈൻ ലോ അപ്ലൈ ചെയ്തപോലെ ഇവിടെ ഡയറക്റ്റ് കൊസൈൻ ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോൾ റിസൾട്ടൻറ്റ് എല്ലും എസും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് L1 L2ൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് എല്ലും, S1 S2ൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് എസും. ഈ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റവും പ്രിസൈസ് ചെയ്യുന്നത് അറൗണ്ട് ആർക്ക് ചുറ്റുമാണ്, നമ്മുടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റമായ ജെയ്ക്കായിട്ട്. സോ ഇനി ഓരോന്നിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ L1 S1 എടുക്കുക, ഇനി L2 S2 എടുക്കുകയാണെങ്കിലും ദീസ് L1 S2 കടന്ന് പ്രിസൈസ് ചെയ്യുന്നത് J1ന് ചുറ്റുമായിരിക്കും. അതുപോലെ തന്നെ L2 S2 പ്രിസൈസ് ചെയ്യുന്നത് അവിടുത്തെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. സോ അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ ആംഗിൾ കൊസൈൻ ആംഗിൾ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ഇവിടുത്തെ കൊസൈൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, കൊസൈൻ ലോ അപ്ലൈ ചെയ്യാൻ. സോ നമ്മൾ ഫസ്റ്റ് ഡെൽറ്റ ടി ത്രീയുടെ കൊസൈൻ്റെ ആവറേജ് ആണ് എഴുതിയിരിക്കുന്നത്, ആൻഡ് ഡെൽറ്റ ടി ഫോറിലെ കൊസൈൻ്റെ ആവറേജ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ രണ്ട് കൊസൈൻ്റെ ആവറേജിലും കോമൺ ആയിട്ടുള്ള ഒരു ആംഗിൾ, കൊസൈൻ ആംഗിൾ ആണ് ഇത്, കോസ് എൽ സ്റ്റാർ എസ് സ്റ്റാർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവറേജ് കൊസൈൻ്റെ ഈ ആവറേജ് വാല്യൂവിനെ കറസ്പോണ്ടിങ് അവരുടെ ഡെൽറ്റ ടി ത്രീയിലും ഡെൽറ്റ ടി ഫോറിലും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ ഡെൽറ്റ ടി ത്രീനെ ഡെൽറ്റ ടി ഫോറിനെ സം ചെയ്യുവാണ്. നമ്മൾ ഇവ രണ്ടും ഒന്നിച്ചാണ് എഴുതുന്നത്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതും ചെയ്തിട്ടുള്ളൂ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടും. നമ്മൾ ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്തും കോമൺ ആണ് കണ്ട ആംഗിളിനെ ഞാൻ കോമൺ ആയിട്ട് പ്ലേ ഔട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഓരോ കോഴ്സിനും നമുക്ക് എന്ത് ചെയ്യാം, കൊസൈൻ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആദ്യത്തെ ഡെൽറ്റ ടി വണ്ണും ഡെൽറ്റ ടി ടുവിനും അപ്ലൈ ചെയ്തുപോലെ തന്നെ നമുക്ക് ഇതിനും എന്ത് ചെയ്യാൻ പറ്റും, കൊസൈൻ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിനി കൊസൈൻ ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് കോസ് L1 സ്റ്റാർ എൽ സ്റ്റാറിന് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കോസ് എൽ സ്റ്റാർ എസ് സ്റ്റാറിന് ഈ സബ്സ്റ്റിറ്റ്യൂഷനും, ഇവിടെ ജെ വന്ന് ഓൾറെഡി അറിയാം, എല്ലിൻ്റെയും എസിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ജെ ആയിരിക്കും. സോ ജെ സ്റ്റാർ സ്ക്വയർ മൈനസ് എൽ സ്റ്റാർ സ്ക്വയർ മൈനസ് എസ് സ്റ്റാർ സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. ഇനി കോസ് എസ് സ്റ്റാർ S1 സ്റ്റാറിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതുമായിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. കൊസൈൻ ലോൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ കേസ് എടുക്കുമ്പോൾ L1 പകരം L2 അപ്ലൈ ചെയ്യുക, S1 പകരം S2 അപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 2, 2ൻ്റെ സ്ഥാനത്ത് 1 വരും എന്നുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ കൊസൈൻ ലോ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ടേംസിനെ ഫുൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെല്ലാം കഴിയുമ്പോഴേക്കും ഈ ഡിനോമിനേറ്ററിലെ ഓരോ ടേംസ് വെച്ച് മുകളിലെ ഒരു ടേംസും വെച്ച് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ഇതുണ്ട്, ഈ ഒരു ടേം ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ L1 സ്റ്റാറും നമ്മുടെ ഈ L1 സ്റ്റാറും തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻസൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ കിട്ടും. അതൊന്ന് നമുക്ക് നോക്കാം. അതായത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഓക്കെ, നമ്മൾ കൊസൈൻ ലോ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയതിന് ശേഷം ക്യാൻസൽ ചെയ്യേണ്ട ടേമിനെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഫൈനൽ ഇക്വേഷനാണ് ഡെൽറ്റ ടി ത്രീ പ്ലസ് ഡെൽറ്റ ടി ഫോറിൻ്റെ ഇക്വേഷൻ. ഇനി ഒന്ന് ശ്രദ്ധിക്കണം, ഡിനോമിനേറ്ററിൽ നമ്മൾ സ്ക്വയർ ടേം ആണ് എഴുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോമൺ ടേമിൻ്റെ ഡിനോമിനേറ്ററിൽ എൽ സ്റ്റാർ ആൻഡ് എസ് സ്റ്റാർ ആയിരുന്നു കിടന്നത്. ഇതിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, എൽ സ്റ്റാർ സ്ക്വയറും എസ് സ്റ്റാർ സ്ക്വയറും, അതായത് ഡിനോമിനേറ്റർ ടേം സ്ക്വയർ ടേമിലോട്ട് മാറും. ഓക്കെ, ഇതൊരു ലെങ്തി ഇക്വേഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. അതായത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇക്വേഷൻസ് ഇത്തിരിയും കൂടെ അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ A3യുടെ കൂടെ കിടക്കുന്ന ആ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ 3 എന്നും L4ൻ്റെ കൂടെയുള്ള ടേമിനെ നമ്മൾ ആൽഫ 4 എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാം. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി, A3 ആൽഫ 3 പ്ലസ് A4 ആൽഫ 4 ഇൻറ്റു ദ കോമൺ ടേം എന്ന് കിട്ടും. നമുക്കറിയാം ഒരു ഇലക്ട്രോണിനെ വെച്ച് നോക്കുവാണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പേഴ്സൊക്കെ എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും.
സോ ആ ടേംസ് ഫുൾ എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് A3യും ആൽഫ3യും കോൺസ്റ്റൻ്റ് ആണ്, A4ഉം കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അതൊക്കെ അവരുടെ ക്വാണ്ടം നമ്പേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ളൊരു ടേംസ് ആണ് ഫുള്ള്. സോ ആ ഫുൾ ടേം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ A3 ആൽഫ3 പ്ലസ് A4 ആൽഫ4നെ നമ്മൾ ഒരൊറ്റ കോൺസ്റ്റൻ്റ് ടേമായി മാറ്റുവാണ്, ദാറ്റ് ഈസ് A. സോ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ഇക്വേഷൻ ഡെൽറ്റ T4 ഇസ് ഈക്വൽ ടു ഡെൽറ്റ T4 പ്ലസ് ഡെൽറ്റ T3 പ്ലസ് ഡെൽറ്റ T4 ഇസ് ഈക്വൽ ടു 1/2A ഇൻറ്റു J സ്റ്റാർ സ്ക്വയർ മൈനസ് L സ്റ്റാർ സ്ക്വയർ മൈനസ് S സ്റ്റാർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ഇക്വേഷൻസിനെയും ഒന്നിച്ചൊന്ന് എഴുതുവാണ്. ഡെൽറ്റ T1, ഡെൽറ്റ T2 ആൻഡ് ഡെൽറ്റ T3 പ്ലസ് ഡെൽറ്റ T4. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 4 ടേം വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലൈസ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഒരു എക്സാമ്പിളും നമ്മളൊന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡെറിവേഷൻ്റെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. സോ ടി, ദ ഹൈപ്പോത്തറ്റിക്കൽ ടേം ഫോർമുല T is equal to T0 മൈനസ് ഡെൽറ്റ ടി ആണ്. ഹിയർ നമ്മുടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 4 ഉണ്ട്. അതായത് ഡെൽറ്റ T1, ഡെൽറ്റ T2, ഡെൽറ്റ T3, ഡെൽറ്റ T4 ആണ്. അപ്പോൾ സോ നമ്മുടെ ടി എന്ന് പറയുന്നത് ഡെൽറ്റ 0 മൈനസ് നമ്മുടെ എല്ലാ ടേം എനർജിയും കൂടെ മൈനസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടി എന്ന് പറയുന്നത്. ആൻഡ് T0 ഇസ് ദ ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഈ ഒരു ഇതുണ്ടെങ്കിൽ, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ ഇതിൻ്റെ അപ്പർ പോർഷൻ പോസിറ്റീവ് ആണെങ്കിൽ താഴെ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെറിവേഷനിലെത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പോകും. ഓക്കെ, നമ്മൾ PS കോൺഫിഗറേഷൻ ആണ് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത്. ഇവിടുത്തെ സ്പെക്ട്രൽ ലൈൻ്റെ സ്പ്ലിറ്റിങ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നുള്ളത്, അവിടെ L1 is equal to 1, L2 is equal to 0 ആണ്. L1 is equal to 1 എന്ന് പറഞ്ഞാൽ P ആൻഡ് L2 is equal to 0 എന്ന് പറഞ്ഞാൽ S-നെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. സോ ദ ക്യാപിറ്റൽ ലെറ്റർ L is equal to 1 ആണ്. ആൻഡ് S1 equal to S2 is equal to 1/2. ദാറ്റ് ഈസ് S must be 0 and 1. ഇനി ഓരോ കേസും എടുക്കുകയാണ്. S is equal to 0 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, സിംഗ്ലറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 2S plus 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമ്മുടെ J is equal to 1 എന്ന് കിട്ടും. സോ നമ്മുടെ ഈ ഫോം എന്ന് പറഞ്ഞാൽ 1P1 ആയിരിക്കും. ആൻഡ് S is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് കേസ് ആയിരിക്കും. സോ J is equal to 0, 1, 2. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3P0, 3P2 ആൻഡ് 3P1 ആൻഡ് 3P2. ഇനി നമ്മൾ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിംഗ്ലറ്റിൻ്റെയും ട്രിപ്ലറ്റിൻ്റെയും ടേം വാല്യൂ, അതായത് ആ സെപ്പറേഷൻ്റെ ഡിസ്റ്റൻസ്, നമ്മൾ പറഞ്ഞു സ്പെക്ട്രൽ ലൈൻ്റെ ഉള്ളിൽ ഒരു സ്പ്ലിറ്റിങ്സ് നടക്കുന്നു. ആ സ്പ്ലിറ്റ് ചെയ്ത ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സെപ്പറേഷനെയാണ് നമ്മൾ ടി എന്ന് പറഞ്ഞ ടേമും കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുക, സിംഗ്ലറ്റിൻ്റെയും ട്രിപ്ലറ്റിൻ്റെയും ഡെൽറ്റ T1, ഡെൽറ്റ T2 വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഡെൽറ്റ T1നും ഡെൽറ്റ Tനും ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, സിംഗ്ലറ്റിൻ്റെ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് ഞാൻ ഓൾറെഡി കാണിക്കുന്നില്ല. ആ സിംഗ്ലറ്റിൻ്റെ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ T1ൻ്റെയും ഡെൽറ്റ T2ൻ്റെയും വാല്യൂ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -3A1 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. സെക്കൻഡ് ടേം 0 ആയി പോകും. ഡെൽറ്റ T2ൻ്റെ ടേം 0 ആയി പോകും. കാരണം നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സിംഗ്ലറ്റിൻ്റെ കണ്ടീഷൻ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദ സെയിം വേ ട്രിപ്ലറ്റിനും ഡെൽറ്റ T1, ഡെൽറ്റ T2 is equal to എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രിപ്ലറ്റിന് ഡെൽറ്റ T1 പ്ലസ് ഡെൽറ്റ T2 എന്ന് പറയുന്നത് A1/4 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഡെൽറ്റ T3യുടെയും ഡെൽറ്റ T4ൻ്റെയും ഇക്വേഷൻ എടുക്കുന്നില്ല. കാരണം ഡെൽറ്റ T3യുടെയും ഡെൽറ്റ T4ൻ്റെയും നമ്മളത് കമ്പയർ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ആ നമ്മുടെ ഡെൽറ്റ T3യും ഡെൽറ്റ T4ഉം നമ്മൾ ട്രിപ്ലറ്റിൻ്റെ ഉള്ളിലൊരു സ്പ്ലിറ്റിങ്സ് നടക്കുന്നുണ്ട്, ഫർദർ സ്പ്ലിറ്റിങ്സ് നടക്കുന്നുണ്ട്. ആ സ്പ്ലിറ്റിങ്സിൻ്റെ സെപ്പറേഷൻ ടേം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡെൽറ്റ T3, ഡെൽറ്റ T4 എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് PS കോൺഫിഗറേഷൻ്റെ ഫിഗർ ആണ് ഈ കാണിച്ചു. അതിൽ നിന്ന് അപ്പർ പോർഷൻ കാണിച്ചിരിക്കുന്ന സിംഗ്ലറ്റും ലോവർ പോർഷൻ ട്രിപ്ലറ്റും ആയിരിക്കും. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അപ്പർ പോർഷൻ പോസിറ്റീവ് ആണെങ്കിൽ ലോവർ പോർഷൻ നെഗറ്റീവ് ആയിരിക്കും. ദ സെയിം വേ അപ്പർ പോർഷൻ നെഗറ്റീവ് ആണെങ്കിൽ ലോവർ പോർഷൻ പോസിറ്റീവ് ആയിരിക്കും. ഹിയർ ദ അപ്പർ പോർഷൻ എന്ന് പറയുന്നത് സിംഗ്ലറ്റും ലോവർ പോർഷൻ ട്രിപ്ലറ്റും ആയിരിക്കും. ഇവിടെ നല്ല എല്ലായിടത്തും, കാരണം സിംഗ്ലറ്റിനായിരിക്കും ട്രിപ്ലറ്റിനെക്കാട്ടിലും എനർജി കൂടുതൽ. സോ സിംഗ്ലറ്റ് ആയിരിക്കും അപ്പർ പോർഷൻ, ട്രിപ്ലറ്റ് ആയിരിക്കും ലോവർ പോർഷൻ.
ഇനി അവർ തമ്മിലുള്ള സെപ്പറേഷൻ വാല്യൂ നമ്മൾ T1 ഡെൽറ്റ T2ൻ്റെ സമ്മിലൂടെ കണ്ടുപിടിച്ചു. സിംഗിളേറ്റിന് -3a1/4ഉം ട്രിപ്ലറ്റിന് a1/4. ഇനി ഓക്കെ, ട്രിപ്ലറ്റ്സ് എഗെയിൻ സെപ്പറേറ്റ് ചെയ്യും, അതായത് സ്പ്ലിറ്റ് ചെയ്യും 3p0 3p1 3p2 ആയിട്ട്. ഇനി ഇതിൻ്റെ സെപ്പറേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ T3 പ്ലസ് ഡെൽറ്റ T4ൻ്റെ ഇക്വേഷനിൽ നിന്നാണ്. ജസ്റ്റ് നമ്മുടെ ജെയ്ക്ക് 3 വാല്യൂസ് ഉണ്ട്, 0 1 2. അത് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 വാല്യൂ കിട്ടും, -2a -a. ഈ 3 വാല്യൂസ് ഈ പറഞ്ഞ ലൈൻ്റെ സെപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. ഹിയർ നമ്മൾ ഇവിടെ 3p1 ആയിരിക്കും ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ അപ്പർ പോർഷനിലോട്ട് പോസിറ്റീവും ലോവർ പോർഷനിലോട്ട് നെഗറ്റീവും ആയിരിക്കൊണ്ടിരുന്നത്. സോ അവിടെ ഒരു ചെറിയൊരു ഇൻ്റർചേഞ്ചിങ് സംഭവിക്കും. അതായത് 3p0 എന്ന് പറയുന്നത് 3p2 ആകും, 3p2ൻ്റെ ടേം 3p0 ആയി മാറും. ഓക്കെ, ഇതാണ് ഇൻട്രാക്ഷൻ, അതായത് ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള ഫിഗർ. ഇനി നമ്മൾ കണ്ടോ ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്ററിൽ നിന്ന് 3p1ൻ്റെ സെപ്പറേഷൻ ഒരു -a താഴോട്ട് പോയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 3p1നെ ഒന്ന് ജസ്റ്റ് താഴോട്ടൊന്ന് -a സെപ്പറേഷൻ മാറി വരയ്ക്കുന്നു. ആൻഡ് ഇതാണ് PS കോൺഫിഗറേഷൻ്റെ ഫിഗർ. ഇത് അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.